അടുത്ത സീൻ ഡ്രേക്കിന്റെ ലാബ് കാണിക്കുകയാണ്. ഡ്രേക്ക് അവിടെ ചില്ലുപെട്ടിയിൽ പൂട്ടിയിട്ട ഒരു ജീവിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ 3 സാമ്പിളുകൾ കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അതിൽ 2 എണ്ണത്തിൽ ഒന്നിനെയാണ് ഇപ്പോൾ ഡ്രേക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുമാതിരി കൊഴകൊഴാന്നിരിക്കുന്ന ഒരു ജീവി. അടുത്ത സീൻ കാണിക്കുന്നത് ആ പോലീസുകാരിയാണ്. അവളൊരു മാർക്കറ്റിൽ പോയി അവിടെ ഉണ്ടായിരുന്ന പച്ച മീനും ഇറച്ചിയും എല്ലാം എടുത്ത് കഴിക്കുകയാണ്. ഇത് കണ്ട് ആ കടയിലുണ്ടായിരുന്ന ആൾ, നീ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചതും അവളുടെ കൈ ഒരു വാൾ പോലെയായി അയാളെ ചെന്ന് വെട്ടിക്കൊല്ലുകയാണ്. ഇത് കണ്ട് ഒരുപാട് ആളുകൾ അവളെ പിടികൂടാനായി അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവളുടെ ദേഹത്തു നിന്നും ഒരുപാട് അമ്പുകൾ പോലുള്ള സാധനങ്ങൾ പിടിക്കാനായി വന്നവരുടെ ദേഹത്തേക്ക് തറച്ചു കയറുന്നു. തൽക്ഷണം അവരെല്ലാം തന്നെ അവിടെ മരിച്ചു വീഴുന്നു. ഇതെല്ലാം തന്നെ കണ്ട് പേടിച്ച് പണ്ടാരടങ്ങി നിൽക്കുന്ന ഒരു അമ്മൂമ്മയുടെ അടുത്തേക്ക് ഇവൾ ചെല്ലുകയാണ്. എന്നിട്ട് ആ അമ്മൂമ്മയെ ഇവൾ തൊടുന്നു. അപ്പോൾ ഇവളുടെ ദേഹത്തു നിന്നും എന്തോ ഒന്ന് ആ അമ്മൂമ്മയുടെ ദേഹത്തേക്ക് പോകുന്നു. അപ്പോൾ തന്നെ ആ പോലീസുകാരി അവിടെ കുഴഞ്ഞു വീഴുകയാണ്. ഈ അമ്മൂമ്മയ്ക്കാണെങ്കിൽ എന്തോ ഒരു പവർ കിട്ടിയതുപോലെ ആകുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഡ്രേക്കിന്റെ ലാബിലാണ്. ഡ്രേക്ക് ആ ജീവിയെ വെച്ച് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെയുള്ള ഒരു ഡോക്ടർ ഡ്രേക്കിനെ ഈ ജീവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊരു സിംബയോട്ടിക് ആണ്. ഭൂമിയിൽ ഇതിന് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഉള്ളത്. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഇതിനൊരു ശരീരം ആവശ്യമാണ്. ഒരു ജീവിയുടെയോ അല്ലെങ്കിൽ മനുഷ്യന്റെയോ. എന്നാൽ മാത്രമേ ഇതിന് ഇവിടെ ജീവിക്കാൻ സാധിക്കൂ. അപ്പോൾ ഡ്രേക്ക് ഡോക്ടറോട് ചോദിക്കുകയാണ്, എന്നാൽ ഇതിനെ ഒരു മനുഷ്യനിൽ പരീക്ഷിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മുടെ ലോകത്തും ഇതിന്റെ ഗ്രഹത്തിൽ മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുമല്ലോ എന്ന്.